ചേച്ചി ചേച്ചി പാട്ട് പഠിച്ചിട്ടുണ്ടോ? നേരത്തെ പാട്ട് പഠിച്ചിട്ടില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ പാട്ട് പഠിക്കും. എന്റെ അച്ഛൻ പാട്ട് പാടുന്ന ഒരാളാണ്, കഴിവുണ്ട്. ഓ, അപ്പൊ നിങ്ങൾ പാരമ്പര്യമായി കലാകുടുംബമാണെന്ന് ഉള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അച്ഛന്റെ കഴിവാണ് മോക്ക് കിട്ടിയിരിക്കുന്നത്. ഓ ശരി ശരി, അടിപൊളി. അപ്പം ഒരു പാട്ടും കൂടെ പാടാവോ ചേച്ചി? കൂടുതൽ പാടിയിട്ടുള്ളൊരു പാട്ട് ഏതായിരിക്കും? പെട്ടെന്ന് ഓർമ്മ രാത്രികൾ. ആയിക്കോട്ടെ, അപ്പൊ ആ പാട്ടൊന്ന് കേൾക്കാം. 7 സുന്ദര രാത്രികൾ. 7 സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, വികാര തരളിത ഗാത്രികൾ, വിവാഹപൂർവ രാത്രികൾ, 7 സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, വികാര തരളിത ഗാത്രികൾ, വിവാഹപൂർവ രാത്രികൾ, 7 സുന്ദര രാത്രികൾ. സൂപ്പർ, അടിപൊളിയായിരുന്നു. അപ്പൊ ചേച്ചി ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ള, ചേച്ചിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടായിരുന്നു ഇത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാ. കണ്ടോ, ഞാനത് ഗസ് ചെയ്ത് പറഞ്ഞു കേട്ടോ, കറക്റ്റ് ആയത് കേട്ടോ. ചേച്ചി നന്നായിട്ട് പാടുന്നുണ്ട്. പിന്നെ പാട്ട് സെലക്ട് ചെയ്യുന്നതും എന്റെ ഹസ്ബൻഡാണ്. പാട്ടെല്ലാം സെലക്ട് ചെയ്യുന്നത് വളരെ വലിയ സപ്പോർട്ടാണ്. പാട്ട് സെലക്ട് ചെയ്യാനുള്ള സപ്പോർട്ട്, പാട്ട് എഴുതി കൊടുക്കുക എന്ന് പറയുമ്പോ, പിന്നെ അതുപോലെ തന്നെയുള്ള ഒരു കലാകാരൻ അല്ലെങ്കിൽ കലാകാരി എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ സപ്പോർട്ട് വേണ്ടിയത്. എങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ പറ്റുള്ളൂ, അല്ലേ ചേട്ടാ? അപ്പൊ അങ്ങനെ ഒരു വലിയ സപ്പോർട്ട് ചേട്ടന്റെ ഭാഗത്ത് ഉണ്ടെന്ന് അറിഞ്ഞതില്, അത് ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. പരിപാടി വന്നാലും എന്നെ എല്ലാ പരിപാടിക്കും കൊണ്ട് പങ്കെടുപ്പിക്കും. പരിപാടി വന്നാലും അങ്ങനെ ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ് ഹസ്ബൻഡ്. അതുകൊണ്ട് തന്നെ ഈ ചേച്ചിക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടണം. അതിനുവേണ്ടി നമ്മളത് നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. ഞങ്ങൾ ഈ ചേച്ചീനെ നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചു തരുന്നു. ഇനിയുള്ള വഴികൾ ദൈവം തുറന്നു കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കൂടുതൽ അവസരങ്ങൾ കിട്ടട്ടെ, ഒരു വലിയ കലാകാരിയായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി